Guys, I'm not gonna lie. I kind of hate football now. Okay, I don't like football these days. എന്താണെന്നറിയില്ല, പണ്ടൊക്കെ എസ്പെഷ്യലി എൻ്റെ കുട്ടിക്കാലത്ത്, ഓക്കെ, ഗുഡ് ഓൾഡ് ഡേയ്സ്, ആ സമയത്തൊക്കെ ഈ ലേറ്റ് നൈറ്റിൽ ഇരുന്ന് ഫുട്ബോൾ കാണുക എന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ച് അത്രക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കളി കാണാൻ വേണ്ടിയിട്ട്, വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് നെയ്ബർ വീട്ടിലൊക്കെ ഞാൻ പോവും. കാരണം എൻ്റെ വീട്ടിലൊന്നും ടി വി ഇല്ലേനും. യാ, ഐ വാസ് പുവർ. ഓക്കെ, ഒരു കാലത്ത് എടാ, നമ്മളുള്ള ജനറേഷൻ ഗ്യാപ്പ് വലുതാട്ടോ. എനിക്ക് നല്ല പ്രായമുണ്ട്, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. നിങ്ങളൊന്നും അനുഭവിക്കാത്ത കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞാനിപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞെന്താ മനസ്സിലായോ? ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമല്ല ഫുട്ബോളിനോട്, എക്സ്പെഷ്യലി ഈ ഒരു വേൾഡ് കപ്പ് കാരണം. ഐ ഹേറ്റ് ലേറ്റ് നൈറ്റ് ഫുട്ബോൾ. അതിനു പുറമേണ് ഓരോ മാച്ച് കഴിയും തോറും കോൺട്രവേഴ്സീസ്. ഒരു മാച്ചും ഏത് ടീമും നല്ലപോലെ കളിച്ച് ജയിക്കല്ല. എങ്ങനെ പോയാലും റെഫറി, എങ്ങനെ പോയാലും ഫിഫ പെയ്ഡ്, എങ്ങനെ പോയാലും റോബറി. എടാ, സമാധാനത്തോടെ, ഓക്കെ, സന്തോഷത്തോടെ ഒരു മാച്ച് കണ്ടിട്ട് കോൺട്രവേഴ്സിനെ പറ്റി ചിന്തിക്കാതെ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇംഗ്ലണ്ടിനെതിരെയാണെങ്കിൽ കമ്പിമ്മ പന്ത് തട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അർജന്റീനന്റെ മാച്ച് ആണെങ്കിൽ പറയും വേണ്ട. ഒരു എങ്ങാനും ജയിച്ച ഇറ്റ്സ് എ റോബറി, എങ്ങാനും ജയിച്ച ഇറ്റ്സ് എ കോൺട്രവേഴ്സി, എങ്ങാനും ജയിച്ച ഫിഫ. ഐ ആം ടയേർഡ്. ഞാൻ അതുകൊണ്ട് അർജന്റീനയുടെ മാച്ച് കാണാനേ ഇരുന്നില്ല കേട്ടോ. എനിക്കറിയാം അർജന്റീന എങ്ങനെ ജയിച്ചാലാണെങ്കിലും ഇറ്റ്സ് എ കോൺട്രവേഴ്സി, അതിനെപ്പറ്റി സംസാരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കളി കണ്ടിട്ടില്ലല്ലോ, എനിക്ക് കൂടുതലൊന്നും പറയണ്ട. അർജന്റീന ജയിച്ചു, ഇനി നമുക്ക് സെമി ഫൈനലിൽ കാണാം. എനിക്ക് അത്ര അറിഞ്ഞാൽ മതി, ഞാൻ അത്രേ നോക്കണുള്ളൂ. സി, ഐ സ്വിച്ച് മൈ അലീജിയൻസ്. ഇഫ് യു കാൻ ബീറ്റ് ദം, ജോയിൻ ദം. ഐ ആം നൗ അർജന്റീനിയൻ. ഇനി 3 മാച്ച് കൂടെ ഉള്ളൂ. താങ്ക് യു, ഇറ്റ്സ് ഫൈനലി ഡൺ. ഇനി 4 വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. വേൾഡ് കപ്പിന്റെ 2 സെമി ഫൈനൽ ഫിക്ചേഴ്സും ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. ആദ്യത്തേത് ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. നമ്മളെല്ലാവരും അത്രയും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു മാച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ താല്പര്യമില്ലായ്മ ഈ ഒരു മാച്ചിന്റെ കാര്യത്തിൽ ഇല്ലട്ടോ. ഐ ആം വെരി മച്ച് എക്സൈറ്റഡ്. ആൻഡ് 2018 എംബാപ്പി ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സിമിലർ ആയിട്ട് എന്തെങ്കിലും യമാലിന് ചെയ്യാൻ കഴിയോ ഇല്ല എന്നുള്ളതൊക്കെ, അതും ഫ്രാൻസിനെതിരെ തന്നെ ചെയ്യുമ്പോൾ അതിനൊരു മെനയുണ്ട്. മറ്റൊരു കാര്യം, ഈ വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ ചലഞ്ച് ചെയ്യാൻ ഇതുവരെ അവർ കളിച്ച ഒരു ടീമിനെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. സോ സ്പെയിൻ ആണ് നമ്മളെ മുന്നിൽ. ഈ ഒരു ഫ്രാൻസ് എത്രത്തോളം ടെറിഫയിങ് ആണ് അല്ല എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ തരാം. എനിവേ, സെക്കൻഡ് സെമി ഫൈനൽ ബിറ്റ്വീൻ നോർവേയെ തോൽപ്പിച്ച ഇംഗ്ലണ്ട് ആൻഡ് സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച അർജന്റീന. നോർവേക്കെതിരെ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. ആൻഡ് മാച്ചിന് ശേഷമുള്ള അവരുടെ കോച്ച് തുഷലിന്റെ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക്, ഇയാൾ ഇത് സീരിയസ് ആയിട്ട് പറയാണോ, അതോ ഈ ഒരു ടീമിന്റെ കാര്യത്തിൽ ആൾക്ക് അത്രയും വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടോ, ആളുടെ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് അത്രയും ഹൈ ആയിട്ടാണോ നിൽക്കുന്നത്? അങ്ങനെ കുറെ കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിൽ വന്നത്. കാരണം നോർവേ അത്ര സിമ്പിൾ ടീം അല്ല എന്നുള്ളത് അവർ ഈ ഒരു വേൾഡ് കപ്പിൽ നമുക്ക് കാണിച്ചു തന്നു. ആൻഡ് തുഷൽ പറയാണ്, ഇത് മെന്റാലിറ്റിയുടെയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, നല്ല മെന്റാലിറ്റിയിൽ തന്നെയാണ് എൻ്റെ പ്ലേയേഴ്സ് കളിച്ചത്. പക്ഷേ അവർ കുറേ സമയം സ്ലോപ്പി ആയിട്ടാണ് കളിച്ചത്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഭാഗ്യം കൊണ്ടാണ് ഈ ഒരു മാച്ചിൽ രക്ഷപ്പെട്ടു പോയത് എന്നാ സംഭവം. ആള് ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഹി ഈസ് സേയിങ്, ഈ കളിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമ്മൾ കളിക്കണമെന്ന്. സി, നിങ്ങൾ ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കേട്ടപ്പോൾ ആള് പറയുന്ന ഈ ഒരു സെയിം കാര്യം സെയിം രീതിയിൽ ഇംഗ്ലീഷ് പ്ലേയേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന് ഈ വേൾഡ് കപ്പിൽ ഒരു ചാൻസ് ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും. കാരണം എടാ, സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോച്ച് പറയുന്നതും അത് അനുസരിക്കുന്ന ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണെങ്കിൽ ഓരോ മാച്ച് കഴിയും തോറും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. അവർക്ക് വന്ന മിസ്റ്റേക്സ് അവർ മാക്സിമം നികത്താനൊക്കെ നോക്കും. ബട്ട് അതല്ല അവിടെ ഉണ്ടായത്. ഈ സെയിം ഇന്റർവ്യൂവർ ജൂഡ് ബെല്ലിംഗം, അതായത് ഈ ഒരു മാച്ചിലെ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയർ, മാൻ ഓഫ് ദി മാച്ച്, ആളോട് ഈ ഒരു സെയിം കാര്യം പറഞ്ഞു. കോച്ച് പെർഫോമൻസിനെ പറ്റി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ ഉള്ള ബെല്ലിംഗാമിന്റെ റെസ്പോൺസ് ഈസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്റ്റഡ്. ബെല്ലിംഗാം പറയാണ്, ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷൻസിൽ കളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ കോച്ചിന് മനസ്സിലായിട്ടുണ്ടാവില്ല. നോർവേ അത്ര സിമ്പിൾ ടീമൊന്നുമല്ല. ചില സമയത്ത് നമുക്ക് 1000 പാസ് കൊടുത്ത് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ഒന്നും കളിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് നമ്മൾ ജയിച്ച പോലുള്ള ടൈപ്പ് ഓഫ് ജയങ്ങളും നമ്മൾ ജയിക്കേണ്ടി വരും. ആൻഡ് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് എന്നാണ് ആള് പറയുന്നത്. പേഴ്സണലി ഇംഗ്ലണ്ടിന്റെ പെർഫോമൻസ് കണ്ട ഏതൊരാളും പറയുന്ന കാര്യമേ കോച്ച് എന്നുള്ള രീതിയിൽ ആള് പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഉണ്ടായ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ആ ഒരു റിപ്പോർട്ടർ ഒരു തരത്തില് ഒരതി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കുകയാണ് ചെയ്തത്. റിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോച്ച് പറഞ്ഞ കാര്യം കംപ്ലീറ്റ്ലി ബെല്ലിംഗാമിനോട് പറയാതെ
അതിൻ്റെ ഒരു സൈഡ് മാത്രം ചോദിച്ചൊരു റെസ്പോൺസ് വാങ്ങുകയാണ് ചെയ്തത്. ഇത് ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള രീതിയിലുള്ള ഒരു ടെൻഷനൊക്കെ ഇംഗ്ലീഷ് ഫാൻസിന് ഇടയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ദേ ആർ പ്രൊഫഷണൽസ്, യുനോ. ഇനി 2 മാച്ച് കൂടെയൊക്കെയല്ലേ ഉള്ളൂ മാക്സിമം. ഒരു റെഡിയാക്കി എടുത്തോളും. ആൻഡ് ബെല്ലിംഗം ആൾക്ക് സത്യം പറഞ്ഞാൽ കോച്ചിനോട് ആളുടെ ഒപ്പീനിയൻ ഒക്കെ പറയട്ടോ. കാരണം ആള് പറഞ്ഞ പോലെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ബെല്ലിംഗം എടുത്ത എഫേർട്ട് ആണെങ്കിലും ആൾ കാണിച്ചൊരു പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ മേലേക്കൊന്നും ഒരു പ്ലെയർക്ക് ഇൻഡിവിജ്വലി ഇനി ചെയ്യാൻ കഴിയൂല. ഈ മാച്ചിലെ ബെല്ലിംഗാമിൻ്റെ ഫസ്റ്റ് ഗോൾ അതിപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആണ്. അല്ലെങ്കിൽ നോർവേനെ ഇംഗ്ലണ്ട് റോബ് ചെയ്തു, റെഫറി റോബ് ചെയ്തു എന്നുള്ള ടൈപ്പ് ഓഫ് സംസാരത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. നോർവേയുടെ കീപ്പർ എടുത്ത ഗോൾ കിക്കിൽ ആ ബോൾ ഇങ്ങനെ പോയിട്ട് ക്യാമറൻ്റെ ഒരു കേബിളിൽ തട്ടുന്നു, ഡിഫ്ലക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ബോളിൻ്റെ ഡയറക്ഷൻ മാറുന്നു, ഇംഗ്ലണ്ട് പ്ലെയർക്ക് ആ ബോൾ കിട്ടുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റെഫറി കളി സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് നിയമം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആൻഡ് അഗെയിൻ ഗൈസ്, ഐ ആം ടയേർഡ്. ഓക്കെ, എനിക്കിതിനെ പറ്റിയിട്ടൊരു ഒപ്പീനിയൻ പറയാനോ ഒന്നിനും താല്പര്യമില്ല. കാര്യങ്ങൾ കഴിഞ്ഞു. ഇവിടെയുള്ള ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയോ? മറ്റേ ബോൾ സെൻസറിൽ ഇങ്ങനെ ഒരു ടച്ച് വന്നതിൻ്റെ ഒരു കാര്യങ്ങളോ ഒരു പ്രൂഫോ കാണിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ ഗോൾ ക്യാൻസൽ ചെയ്യാതിരുന്നത്. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കൊണ്ടുവരുന്ന പുതിയ ടെക്നോളജീസ് കണ്ണടച്ച് വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കേണ്ടി വരും. ഇനി എത്രത്തോളം ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. ആൻഡ് നോർവേയെ സംബന്ധിച്ച് ദേ ഫീൽ റോപ്ഡ്. ആൻഡ് നമ്മളെ കണ്ണുകൊണ്ട് ആ ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ബോളിന്റെ ട്രജക്ടറി മാറിയതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് ദ ടെക്നോളജി സേസ് നോ, നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്കറിയില്ല. കാരണം നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ടെക്നോളജിയിൽ വിശ്വസിച്ചിട്ടാണ് ഈ ഒരു വേൾഡ് കപ്പ് നടക്കുക എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു തരത്തിൽ എല്ലാം ഒരു മാനിപ്പുലേഷനായി മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ. ഇങ്ങനത്തെ ടെക്നോളജി കൂടുതൽ യൂസ് ചെയ്യുന്നിടത്തോളം കാലം ഇപ്പോൾ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് VAR യൂസ് ചെയ്താലും പ്രശ്നമാണ്, യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. ഈ ടെക്നോളജീസ് വന്നാലും വന്നില്ലെങ്കിലും പ്രശ്നമാണ്. എങ്ങനെ പോയാലും സമാധാനത്തോടെ ഒരു മാച്ച് കാണാൻ പറ്റണില്ല. നെക്സ്റ്റ് അപ്പ് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ്. ഞാൻ കളി കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞു. എങ്കിൽ പോലും എംപോലോക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സെക്കൻഡ് യെല്ലോ ആൻഡ് ആ ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം വൈ അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങളെ ടീം ഒരു ഈക്വലൈസിങ് ഗോൾ അടിച്ച് കളിയിൽ തിരിച്ചു വന്നതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ട ആവശ്യമേ അവിടെ ഇല്ല. എങ്ങനെ നോക്കിയാലും അത്രയും സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു ഡിസിഷൻ ബൈ എംപോലോ ആൻഡ് ദാറ്റ്സ് എ കറക്റ്റ് ഡിസിഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നോളജി ഇന്റർവീൻ ചെയ്യും എന്നുള്ള കാര്യമൊക്കെ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. മിസ്റ്റേക്കൻ ഐഡന്റിറ്റി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളല്ലേ. ഇതിലിപ്പോൾ അർജന്റീനനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അർജന്റീനക്ക് വേണ്ടിയിട്ട് റെഫറി ചെയ്യാൻ ഇതാ പറഞ്ഞത്. എനിക്ക് വയ്യ. എങ്ങനെ പോയാലും ഇവർ ജയിച്ച പ്രശ്നങ്ങളാണ്. അപ്പാണ് വായടച്ചാണ് നിൽക്കുക. ഓക്കെ, അത് സ്വിറ്റ്സർലൻഡ് പ്ലെയർ ചെയ്ത കാര്യം. ഒരു എത്രത്തോളം ഷോക്ക്ഡ് ആയിട്ട് ആക്ട് ചെയ്തൊരു കാര്യമില്ല, നിങ്ങൾ ചെയ്ത കാര്യമാണത്. ആ ഒരു റെഡ് കാർഡ് കാരണം മാച്ചിന്റെ റെസ്റ്റ് ഓഫ് ദ ടൈം ഒരു പ്ലെയർ കുറച്ചാണ് സ്വിറ്റ്സർലൻഡ് കളിച്ചത്. എങ്കിൽ പോലും ജൂലിയൻ അൽവാരസിന്റെ ഒരു കിണ്ണം കാച്ചി ഗോൾ വേണ്ടി വന്നു അർജന്റീനക്ക് ലീഡ് എടുക്കാൻ. ആൻഡ് മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റിൽ ലൗതാരോ മാർട്ടിനസ് കൂടെ സ്കോർ ചെയ്യണു. 3-1 അർജന്റീന ജയിക്കണം. ഈ ഒരു മാച്ച് കൂടെ കണ്ടതിന് ശേഷം അർജന്റീനയുടെ ഓവറോൾ പെർഫോമൻസിനെ പറ്റിയിട്ടും ടീമിന്റെ മേലെയുള്ള എക്സ്പെക്ടേഷൻസും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അത്ര വലിയ പ്രതീക്ഷകളൊന്നും ഈ ഒരു ടീമിനില്ല. ഇഫ് മെസ്സി ഡസൻ പെർഫോം ഈ ടീം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു കൺക്ലൂഷനാണ് പലരും പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ ബൈ.